കഴിഞ്ഞ കുറേ നാളുകളായി ഏറ്റവും വലിയ പ്രതിസന്ധി സർക്കാരിന് സൃഷ്ടിക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷമാണ്. ഈ വിഷയത്തിൽ ഇന്ന് നിർണായകമായ ഒരു യോഗം മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉന്നതതല യോഗം ഇന്നാണ് വൈകിട്ട് 3:30 സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം. വനം വകുപ്പിനു പുറമെ ധനം, തദ്ദേശം, വൈദ്യുതി, റവന്യൂ, ആരോഗ്യം, ജലസേചന വകുപ്പുകളിലെ മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറിക്കൊപ്പം വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, സംസ്ഥാന പോലീസ് മേധാവി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിനിധി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഇന്നത്തെ യോഗത്തിൽ അവലോകനം ചെയ്യും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പുനലൂരിൽ ശബരിമലയിലെ ഇടത്താവളം യാഥാർത്ഥ്യമാവുകയാണ്. നടപ്പന്തലിന്റെ നിർമ്മാണം പൂർത്തിയായി. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരു സ്വാഗത സംഘത്തിന്റെ രൂപീകരണവും നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനലൂരിന് അനുവദിച്ച ശബരിമല ഇടത്താവളത്തിന്റെ 1ാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയാകുകയാണ്. നെല്ലിപ്പള്ളി കൈപ്പുഴ മഹാദേവ ക്ഷേത്രത്തിലാണിത്. വിരിവെക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യം, കുടിവെള്ള ടാങ്ക് എന്നിവയാണ് പൂർത്തിയായത്. നിർമ്മാണം പൂർത്തിയാക്കിയ നടപ്പന്തലിന്റെ ഉദ്ഘാടനം മാർച്ച് 3-ന് നടക്കും. ശബരിമലയുടെ ഒരു കവാടമായി നമുക്ക് പറയാൻ കഴിയുന്ന ഇടമാണ്. നമ്മൾ വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമാണ് പുനലൂരിൽ ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുമ്പോൾ ഒരിടത്താവളം ക്രമീകരിച്ച് ഭക്തന്മാർക്ക് ഇവിടെ തങ്ങിപ്പോകാനുള്ളൊരു സൗകര്യം ഒരുക്കണമെന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൈപ്പുഴ മഹാദേവർ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇടത്താവളമായി ആദ്യം പ്രഖ്യാപിക്കുന്നു. 27 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത്. റോഡ്, കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള 2ാം ഘട്ട നവീകരണത്തിനുള്ള പ്രപ്പോസൽ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ സ്വാഗത സംഘ രൂപീകരണ യോഗം PS സുപാൽ MLA നേതൃത്വത്തിൽ നടന്നു. 2022 നവംബർ 11-നാണ് കൈപ്പുഴ ക്ഷേത്രം ഇടത്താവളമായി പ്രഖ്യാപിച്ചത്. ന്യൂസ് 18 പുനലൂർ. പാലക്കാട് പെരുമുടിയൂരിലെ റെയിൽവേ അടിപ്പാത ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമാണ്. അവിടെ സ്ഥിരം അപകട മേഖലയാണ്. ആ സാഹചര്യത്തിലാണ് പെരുമുടിയൂരിൽ ഒരു റെയിൽവേ അടിപ്പാത വരുന്നത്. ഇതിന്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. അടിപ്പാത വേണമെന്നത് അവിടുത്തെ നാട്ടുകാരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായിരുന്നു. പെരുമുടിയൂരിലെ 2 സ്കൂളുകളിലേക്ക് എത്തണമെങ്കിൽ ഈ റെയിൽവേ ലൈൻ മറികടക്കണം. ദിവസവും ആയിരക്കണക്കിന് കുട്ടികൾ ഈ പാത കടന്നാണ് സ്കൂളിൽ എത്തുന്നത്. ഇതിന് സമീപത്തായി ഒരു വളവുമുണ്ട്. അതിവേഗതയിൽ കടന്നെത്തുന്ന ട്രെയിൻ പലപ്പോഴും അപകടമുണ്ടാക്കി. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. ഇവിടെ അടിപ്പാത വേണമെന്നത് നാട്ടുകാരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായിരുന്നു. ഇതിപ്പോൾ സാധ്യമാവുകയാണ്. പെരുമുടിയൂരിൽ അടിപ്പാത നിർമ്മിക്കാൻ റെയിൽവേ നടപടി തുടങ്ങി. കഴിഞ്ഞ ദിവസം ഭൂമി പൂജയോടെ പ്രവൃത്തികൾക്ക് തുടക്കമായി. ഉയരത്തിന്റെ കാര്യത്തിലും പരിമിതി പദ്ധതിക്ക് തടസ്സമായിരുന്നു. സ്ഥലം സന്ദർശിച്ച മെട്രോമാൻ E ശ്രീധരന്റെ ഇടപെടലാണ് പദ്ധതി വേഗത്തിലാക്കാൻ സഹായകമായത്. ശ്രീധരൻ സാർ ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് ശേഷം റെയിൽവേയുടെ ഏറ്റവും ഉയർന്ന മാനേജർ ലെവൽ മുതൽ എല്ലാവരെയും നേരിട്ട് വിളിച്ച് ഇത് 1.86 അതായത് 6 അടി ഉയരത്തിൽ ഇവിടെ നിർമ്മിക്കാം എന്ന അദ്ദേഹത്തിന്റെ ഒരു ശുപാർശയുടെ ഒറ്റ ബലത്തിലാണ് അവർ ഈ പ്രൊജക്റ്റുമായി ആ ഉയരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഈ പ്രൊജക്റ്റ് സഫലീകരിച്ചത്. ശ്രീധരൻ സാറിന്റെ പേര് നമ്മൾ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. പ്രദേശത്തെ LP സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലുമായി 2500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അടിപ്പാത യാഥാർത്ഥ്യമാകുന്നതോടെ റെയിൽവേ ട്രാക്ക് കടന്നുള്ള അപകടയാത്രയ്ക്കും പരിഹാരമാകുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി രാജാക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഏതാണ്ടൊരു അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണ്. OP പോലും മുടങ്ങുന്ന സാഹചര്യമാണ് ഇവിടെ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരുമില്ല, മരുന്നുമില്ല. മുൻപ് കിടത്തി ചികിത്സയുണ്ടായിരുന്ന ആശുപത്രിയിൽ നിലവിൽ OP പോലും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. 4 ഡോക്ടർമാരുണ്ടായിരുന്ന സ്ഥാനത്ത് മാസങ്ങളായി ഒരു മെഡിക്കൽ ഓഫീസർ മാത്രമാണ് സ്ഥിരമായുള്ളത്. മെഡിക്കൽ ഓഫീസർ വിവിധ ആവശ്യങ്ങൾക്കായി പോകുമ്പോൾ OP മുടങ്ങുന്ന സാഹചര്യവുമുണ്ട്. ഗ്രാമീണ മേഖലയായ മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന രാജാക്കാട് ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷയടക്കം ആശ്രയിച്ച് ആളുകൾ എത്തുമ്പോൾ മാത്രമാണ് ഡോക്ടറില്ലെന്ന വിവരം അറിയുന്നത്. ഡോക്ടർമാരുടെ കുറവ് മൂലം OPയിലെത്തുന്ന രോഗികളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു. രാജാക്കാടിൽ ഉൾപ്പെടെ 5 പഞ്ചായത്തുകളുടെ ആശ്രയമായിരുന്ന മുല്ലക്കാനം PHC ഇപ്പോൾ
ആളുകൾക്ക് മരുന്ന് കിട്ടുന്നതിനോ അല്ലെങ്കിൽ ഡോക്ടർമാരില്ലാതെ തന്നെ ചികിത്സ കിട്ടാത്ത ഒരു അവസ്ഥയിലോട്ട് പോയിരിക്കുകയാണ്. ഇവിടെ നേരത്തെ കിടത്തി ചികിത്സയുമായി പോയിരുന്ന ആശുപത്രിയിൽ ഇപ്പോൾ 6-7 ഡോക്ടർമാരുണ്ടായിരുന്ന ഈ CHSൽ ഇപ്പോൾ ഒരു ഡോക്ടർ മാത്രമായി മാറിയിരിക്കുകയാണ്. അതും ഈ ഒരു ഡോക്ടറുടെ സേവനം എന്നും കിട്ടുന്നില്ല. വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് കാരണം വർഷങ്ങൾക്ക് മുൻപ് താൽക്കാലികമായി നിർത്തലാക്കിയ കിടത്തി ചികിത്സ ഇതുവരെയും പുനഃസ്ഥാപിച്ചിട്ടില്ല. വെള്ളത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയും സ്വീകരിച്ചിട്ടില്ല. നിലവിൽ ആശുപത്രി അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെങ്കിലും ലക്ഷങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോ വർഷവും പുതുതായി നടക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലം ഞവളാൻകുന്നേൽ പാടശേഖരത്തിൽ ആഘോഷമായി കൊയ്ത്തുത്സവം നടന്നു. 5 ഏക്കറിലായിരുന്നു ഇവിടെ നെൽകൃഷി. പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ ഞവാളൻകുന്നേൽ പാടശേഖരത്തിലാണ് കൃഷി. 5 ഏക്കറോളം സ്ഥലത്തായിരുന്നു നെൽകൃഷി. ചുവന്ന 58 വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള കൃഷിക്ക് കർഷകനായ കിഴക്കേ ഭാഗത്ത് പോൾ കെ ജേക്കബ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. നല്ല രീതിയിൽ പരിപാലിച്ചതോടെ മികച്ച വിളവും കിട്ടി. കഴിഞ്ഞ ദിവസം നടന്ന കൊയ്ത്തുത്സവവും ആഘോഷമാക്കി. കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് ഭാരവാഹികൾ നിർവഹിച്ചു. കൃഷി കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് അംഗങ്ങൾ പറയുന്നു. ലയൺസ് ഡിസ്ട്രിക്ട് 318Cയുടെ ഒരു പ്രോജക്റ്റായ ഗ്രൂപ്പ് ഫാമിംഗ് നമ്മൾ ലയൺസ് ക്ലബ് പൈങ്ങോട്ടൂർ തുടങ്ങിയിട്ട് ഏകദേശം 18 മാസമായിട്ടുള്ളൂ. എന്നിരുന്നാലും ആ ഒരു പ്രോജക്റ്റിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുത്തത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഈ ഒരു പാടശേഖരം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിച്ചു. ന്യൂസ് 18 കോതമംഗലം. ജോലി തിരക്കിനിടയിൽ പച്ചക്കറി കൃഷിയിലും 100 മേനി വിളവ് നേടിയ സന്തോഷത്തിലാണ് കായംകുളം സ്വദേശി നാസിം. വ്യാവസായിക അടിസ്ഥാനത്തിൽ പച്ചക്കറികൾ വിലയിച്ച് വിപണിയിലെത്തിക്കാനാണ് നാസിമിന്റെ അടുത്ത ശ്രമം. 1 ഏക്കറിലാണ് പച്ചക്കറി കൃഷി. പയർ, പാവൽ, പടവലം, കുക്കുംബർ, പീച്ചിങ്ങ, തടിയൻ, വെള്ളരി എന്നിവയാണ് നാസിമിന്റെ കൃഷിയിടത്തിൽ തഴച്ചു വളരുന്നത്. ഫ്ലോർ മിൽ നടത്തുന്ന നാസിം ഇടവേളകളിൽ കൃഷിക്കായി സമയം കണ്ടെത്തുകയായിരുന്നു. ആർക്കമംഗള, ദീപിക, നാംദാരി എന്നീ പയർവർഗ്ഗങ്ങളും നാടൻ പയറിനങ്ങളും ഇവിടുണ്ട്. കൂടാതെ കുറുകിയ പടവലവും സ്നോ വൈറ്റ്, ഗ്രീൻ എന്നീ ഇനം കുക്കുംബറും നാസിം കൃഷി ചെയ്യുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂടുതൽ പച്ചക്കറികൾ വിളയിച്ചെടുത്ത് വിപണിയിലെത്തിക്കാനാണ് ശ്രമം. വെള്ളരിയുണ്ട്, പടവലം, പാവൽ, പയർ, 4 തരം പയർ, കുക്കുംബർ, അതായത് മെയിനായിട്ട് സ്നോ വൈറ്റ്, അമേരിക്കൻ കുക്കുംബർ, നാടൻ കുക്കുംബർ, എല്ലാ രീതിയിലുള്ള കുക്കുംബറും കൃഷി ചെയ്ത് അത് നല്ലൊരു വിജയമാണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 20 വർഷം തൊട്ട് ചെയ്യുന്നുണ്ട്. സാധാരണയായിട്ട് നോർമലായിട്ടുള്ള നാടൻ ഇനങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൈടെക് രീതിയിൽ കുറച്ചുകൂടി വിപുലീകരിച്ച് ഏകദേശം 1 ഏക്കറോളം സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്തേക്കുന്നത്. KSRTC സ്റ്റേഷൻ മാസ്റ്ററായിരുന്ന നാസിമിന്റെ പിതാവ് മുഹമ്മദ് കുഞ്ഞിൽ നിന്നും പകർന്നു കിട്ടിയതാണ് കൃഷിപ്പാടങ്ങൾ. മികച്ച പരിചരണത്തിലൂടെ ഓരോ പച്ചക്കറിയും നല്ല വിളവ് നൽകുന്നുണ്ട്. നാസിം എന്ന കർഷകൻ നമ്മുടെ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയ തലമുറയ്ക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ഒരു കർഷകനാണ്. കൃഷിഭവനിൽ ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും മിനിമം നമ്മളെ വന്ന് കാണുകയും കൃഷിയിലുണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ഒരേപോലെ തന്നെ നമ്മുടെ കൃഷിഭവനിൽ കൃഷി ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും സമയത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ചിലപ്പം കീടങ്ങളുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട്, രോഗങ്ങളുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. എന്നാൽ അതൊന്നും കാണുന്ന സമയത്ത് തന്നെ ഓരോ ഇലകളെയും പരിശോധിച്ച് കാണുന്ന സമയത്ത് തന്നെ നമ്മളെ വന്ന് അറിയിക്കുകയും കൃത്യമായ അഡ്വൈസറി കൊടുക്കാൻ കഴിയുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയൊരു വിളവെടുപ്പ് എടുക്കാൻ കഴിഞ്ഞത് തന്നെ. കളകളെ നിയന്ത്രിക്കുന്നതിന് മൾച്ചിംഗ് ഷീറ്റ് ഉപയോഗിച്ച് പുതയിടുന്ന രീതിയും നടപ്പാക്കി. കുടുംബം ഒന്നടങ്കം കൃഷിക്കായി സമയം കണ്ടെത്തുന്നു. പച്ചക്കറികളുടെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നു. ഇപ്രാവശ്യം വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ കൃഷി ഓഫീസിൻ്റെ എല്ലാവിധ സഹായങ്ങളും നമ്മുടെ കൃഷി ഓഫീസറും കൃഷി ഓഫീസിലെ ജീവനക്കാരും എല്ലാവരും ചെയ്തു കൊടുത്തതിൻ്റെ ഫലമായി ഒന്നും കൂടെ നല്ലതുപോലെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള കൃഷി ചെയ്തു വരികയാണ്. പച്ചക്കറി വാങ്ങാൻ കൃഷിയിടത്തിൽ നിരവധി പേരാണ് എത്തുന്നത്. ന്യൂസ് 18 കായംകുളം. 20 വർഷത്തിലേറെയായി കാർഷിക രംഗത്ത് സജീവമാണ് മലപ്പുറം മേടപ്പാൾ വല്യാട് സ്വദേശി ബിന്ദു ചന്ദ്രൻ. പശു വളർത്തലും പച്ചക്കറി കൃഷിയുമൊക്കെയായി ജീവിത വരുമാനം കൂടി കണ്ടെത്തുകയാണ് ഈ വീട്ടമ്മ. 5 ഏക്കറിൽ നെൽകൃഷി നടത്തി വരികയാണ്
എടപ്പാൾ പഞ്ചായത്തിലെ 15-ാം വാർഡ് വല്യാട് സ്വദേശി കുടിയാട്ടിൽ ബിന്ദു ചന്ദ്രൻ. ഒപ്പം തന്നെ പയർ, വഴുതന, വെള്ളരി, തക്കാളി തുടങ്ങിയ പച്ചക്കറികളുമുണ്ട് തോട്ടത്തിൽ. സൊസൈറ്റിയിലും മറ്റുമായി പാൽ വിൽപ്പനയുമുണ്ട്. ദിവസവും 15 കിലോയ്ക്ക് മുകളിൽ പയർ കടകളിൽ കൊടുക്കും. പശുക്കൾക്ക് പുറമെ ആട്, കോഴി എന്നിവയുമുണ്ട്. വെളുപ്പിന് തുടങ്ങുന്നതാണ് ബിന്ദുവിന്റെ ജോലികൾ. ഒറ്റയ്ക്കാണ് നനയ്ക്കലും തോട്ടം പരിപാലനവുമൊക്കെ. ഇടയ്ക്കൊക്കെ സഹായത്തിന് മക്കളായ തേജസും അജയലക്ഷ്മിയും കൂടെയുണ്ടാകും. പച്ചക്കറി വിത്തിടലിന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായമുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ബിന്ദു തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. വീട്ടിലേക്ക് വിഷരഹിത പച്ചക്കറി എന്നതിനൊപ്പം കുടുംബത്തിന്റെ പ്രധാന വരുമാന മാർഗം കൂടിയാണിത്. ന്യൂസ് 18 തിരൂർ. തേനീച്ച കൃഷിയിൽ മികച്ച നേട്ടം കൊയ്യുന്ന ഒരു കർഷകന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ ഓലയുടെ അഭിലാഷാണ് 3 പതിറ്റാണ്ടോളമായി തേനീച്ച വളർത്തലിൽ സജീവമായിരിക്കുന്നത്. 15-ാം വയസ്സിലാണ് അഭിലാഷ് തേനീച്ചകളോട് കൂട്ടുകൂടിയത്. പിന്നീട് ഇന്നോളം തേനീച്ച പരിപാലനം ഈ കർഷകൻ ഉപേക്ഷിച്ചിട്ടില്ല. ഇടുക്കിയുടെ കാലാവസ്ഥയെ കാര്യമായി പരിഗണിച്ചാണ് തേനീച്ച പരിപാലനം. ഹൈറേഞ്ചിൽ പൂക്കൾ നിറയെ ഉണ്ടാകുന്ന ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ഏറ്റവും അധികം തേൻ ഉൽപ്പാദിപ്പിക്കുന്നത്. മെയ് മുതൽ ഡിസംബർ വരെ തേനീച്ചകൾക്ക് പഞ്ചസാര ലായനി നൽകും. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ അകത്തിടും. ഇപ്പൊ ഒരാഴ്ച ആകുമ്പോഴത്തേന് ഇതേ ലീച്ചാവും. ഇത് കെട്ടി മുട്ടിക്കും. അത് അടുത്ത ഒരാഴ്ച ആകുമ്പോൾ അകത്തിടുക. ഇങ്ങനെ അകത്തിടുക. ഒരാഴ്ച മനസ്സിലായി. അകത്തിട്ടിട്ട് നമ്മൾ അടുത്ത് തൊട്ട് ഇവിടെ കൊടുക്കും. ഇനി നമ്മൾ കൊടുക്കുന്ന അടുത്ത തേങ്ങ കൊടുക്കാം. ഒരാഴ്ച ഭാഗത്തിടുക. കറക്റ്റായിട്ട് ഒരാഴ്ച ആകുമ്പോഴത്തേന് അകത്തിട്ട് കഴിഞ്ഞാൽ അടുത്ത അട. ഒരു പെട്ടിയിൽ നിന്ന് 4 കിലോ തേൻ വരെ ലഭിക്കും. വർഷങ്ങളുടെ ശ്രമഫലമായി തേനീച്ച പരിപാലനത്തിൽ നേടിയെടുത്ത അറിവുകൾ മറ്റു കർഷകർക്ക് പകർന്നു നൽകാനും അഭിലാഷ് സമയം കണ്ടെത്താറുണ്ട്. ഇടുക്കിയിലെ വിവിധ ഭാഗങ്ങളിലെ കർഷകർക്ക് തേനീച്ച വളർത്തലിന് ആവശ്യമായ പെട്ടികളും പരിശീലനവും നൽകുന്നതോടൊപ്പം ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ വാങ്ങി ആവശ്യക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് CKG മെമ്മോറിയൽ ഗോൾഡൻ ജൂബിലി CKG മെമ്മോറിയൽ കോളേജ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അപൂർവ പുരാവസ്തു ശേഖരത്തിന്റെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നു. ഹിസ്റ്ററി ഓഫ് ദ പാസ്റ്റ് എന്ന പേരിലാണ് പ്രദർശനം. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ചരിത്രാന്വേഷികൾക്കും ഉപകാരപ്രദമാണ് ഈ പ്രദർശനം. ഗാന്ധിജിയുടെ ലണ്ടനിൽ പ്രിന്റ് ചെയ്ത ചിത്രങ്ങൾ മുതൽ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ചരിത്രശേഷിപ്പുകൾ വരെയുണ്ട്. ഹിസ്റ്ററി ഓഫ് ദ പാസ്റ്റ് എന്ന പേരിലാണ് പ്രദർശനം. CKG മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ സഫലം എന്ന പേരിലാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ചരിത്ര പ്രദർശനത്തിൽ കോളേജിലെ തന്നെ ചരിത്ര മ്യൂസിയം പ്രദർശനത്തിൽ വിധേയമായി. ഇതുകൂടാണ്ട് കോളേജിലെ ഒരു ജീവനക്കാരായ ശ്രീ സജീഷ് മുണ്ടക്കൽ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അപൂർവങ്ങളായിട്ടുള്ള ചില പുരാവസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചു. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ, കോളേജിലുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല മറ്റു കലാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ഈ ചരിത്ര പ്രദർശനം സന്ദർശിച്ചു. നാട്ടുകാരും മാതാപിതാക്കളും അങ്ങനെ ഉള്ള ഒരുപാട് ആളുകൾ ഈ ഒരു പ്രദർശനം സന്ദർശിച്ച് അതൊരു വിജയമാക്കി മാറ്റിയിട്ടുണ്ട്. കോളേജിലെ ജീവനക്കാരനായ സജീഷ് മുണ്ടക്കലിന്റെ കൈവശമുള്ളതാണ് ഈ പുരാവസ്തു ശേഖരങ്ങൾ. അളവ് തൂക്കുകൾ, ഗ്രാമഫോണുകൾ, തിരുവിതാംകൂർ രാജവംശം ഉപയോഗിച്ച നാണയങ്ങൾ, മറ്റ് പുതിയതും പഴയതുമായ നാണയങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമായുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അച്ഛന്റെ അടുത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കളക്ഷനുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പത്രവാർത്തകളാണ്. പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ തന്നെ കളക്ട് ചെയ്ത് ആൽബമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം അച്ഛനുണ്ടായിരുന്നു. അതിൽ നിന്നായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു കളക്ഷനോടുള്ള ഒരു പ്രേരണ ഉള്ളിലുണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലുള്ള ഒരു കളക്ഷനിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതിന് ഞങ്ങളുടെ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ആർക്കിയോളജി ഹെറിറ്റേജ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള അസോസിയേഷന്റെ സ്വാധീനവും വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനങ്ങൾ, CKG ഫെസ്റ്റ്, പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സമ്മേളനങ്ങൾ എന്നിവയും നടക്കും. ന്യൂസ് 18 കോഴിക്കോട്. വർണ്ണപ്പൊലിമയിൽ പാലക്കാട് ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് വേല ആഘോഷിച്ചു. ഉപആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇണക്കാളുകളുടെയും വാദ്യമേളങ്ങളുടെയും കലാപരിപാടികളുടെയും അകമ്പടിയിൽ നടന്ന എഴുന്നള്ളിപ്പ് ആവേശമായി. ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി പട്ടാമ്പി കൈത്തലി മഹാദേവ ക്ഷേത്രത്തിൽ ലക്ഷം നെയ്ദീപം സമർപ്പണം നടന്നു. നിരവധി വർഷങ്ങളായി നടന്നുവരുന്ന ലക്ഷദീപ സമർപ്പണം ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമായ ശിവരാത്രിയുടെ ഭാഗമായാണ് ലക്ഷം ദീപം സമർപ്പണം നടന്നത്. ശിവമന്ത്രജപത്താൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ
1,11,111 നെയ് ദീപങ്ങളാണ് ഭക്തജനങ്ങൾ തെളിയിച്ചത്. ശ്രീലകത്ത് നിന്നും കൊണ്ടുവന്ന ദീപം കൊടുങ്ങല്ലൂർ ക്ഷേത്രം പാരമ്പര്യ മേൽശാന്തി ആദ്യ വിളക്കിൽ തെളിയിച്ചതോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ക്ഷേത്രത്തിന് ചുറ്റുപാടും സജ്ജമാക്കിയ ചിരാതുകളിൽ ഭക്തർ ദീപം തെളിയിച്ചു. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത സംഗീതജ്ഞൻ ശരത് അവതരിപ്പിച്ച സംഗീത സാഗരവും അരങ്ങേറി. ന്യൂസ് 18 പട്ടാമ്പി. മരണത്തിൽ നിന്ന് തങ്ങളുടെ മുത്തിനെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് പത്തനംതിട്ട തട്ടയിലെ നന്ദന ഫാം ഉടമകൾ. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുത്തിനെ അടിയന്തര ചികിത്സയിലൂടെയാണ് ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. മുത്തിനെ കാണാം. പത്തനംതിട്ട നന്ദന ഫാമിൽ എത്തുന്നവർക്കെല്ലാം പ്രിയങ്കരനാണ് മുത്തു എന്ന ഈ തത്ത. വിദേശ ഇനമായ ഗ്രേ പാരറ്റാണ് മുത്തു. എല്ലാവരുടെയും പ്രിയപ്പെട്ട മുത്തുവിന് ഒരു അപകടം പറ്റി. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കൂട്ടിനുള്ളിൽ ആയിരുന്ന മുത്തുവിനെ ഒരു കൂട്ടം തെരുവ് നായ്ക്കൾ ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ തത്തയ്ക്ക് നന്ദനം ഫാം ഉടമയായ ഷീജ അടിയന്തര ചികിത്സ നൽകിയാണ് ജീവൻ രക്ഷിച്ചത്. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് 5 ദിവസം നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് നടത്തി മെഡിസിൻ എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ മെഡിസിനോടെല്ലാം പ്രതികരിച്ചു. അതുകൊണ്ടാവാം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുത്തിനെ തിരിച്ചു കിട്ടി. ഇപ്പൊ നല്ല ആക്റ്റീവായിട്ട് ഈ പോയ ഫെദറുകളെല്ലാം നല്ല രീതിയിൽ വളർന്ന് ഇപ്പൊ നല്ല ആക്റ്റീവായിട്ട് തന്നെ തിരിച്ചു കിട്ടി. അപ്പൊ ആ ഡോക്ടറിനോടും പിന്നെ അതുപോലെ ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് വേറെ 2 ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു. അവരോടെല്ലാം പ്രത്യേകിച്ച് ഞങ്ങൾ നന്ദി പറയണം. അതുപോലൊക്കെ നല്ല രീതിയിൽ നോക്കിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിനെ മുത്തിനെ തിരിച്ചു കിട്ടിയത്. നായ്ക്കളുടെ ആക്രമണത്തിൽ തത്തയുടെ നെഞ്ചിലെ അസ്ഥിയായ കീൽബോൺ പൊട്ടിയിരുന്നു. പക്ഷികളുടെ ഹൃദയം, ലിവർ, എയർസാക്ക് പോലെയുള്ള അവയവങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതാണ് കീൽബോൺ. ഒരാഴ്ചയോളം ചികിത്സ വേണ്ടി വന്നു. ഇപ്പോൾ ചികിത്സയൊക്കെ പൂർത്തിയാക്കിയ മുത്തു പൂർണ്ണ ആരോഗ്യവാനാണ്. ന്യൂസ് 18 പത്തനംതിട്ട. കാസർഗോഡ് പിലിക്കോട് രായരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ നാലമ്പല പ്രവേശത്തിൽ ജാതി വിവേചനം അവസാനിപ്പിക്കണമെന്ന നാട്ടുകാർ. ചില ജാതിയിൽപ്പെടുന്നവരെ മാത്രമേ നാലമ്പലത്തിൽ പ്രവേശിപ്പിക്കൂ എന്ന വ്യവസ്ഥ മാറ്റാൻ ദേവസ്വം മന്ത്രി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പിലിക്കോട് ശ്രീ രയരമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ നാലമ്പല പ്രവേശനവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി തുടർന്നുവരുന്ന ജാതീയ വിവേചനം അവസാനിപ്പിക്കാനാണ് നാട്ടുകാരുടെ ശ്രമം. പ്രദേശത്തെ നിനവ് പുരുഷ സ്വയം സഹായ സംഘം ദേവസ്വം മന്ത്രി VN വാസവന് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകി. അടുത്ത ഘട്ടമായി മുഴുവൻ നാട്ടുകാരുടെയും ഒപ്പ് ശേഖരിച്ച് ദേവസ്വം ട്രസ്റ്റിക്കും തന്ത്രിക്കും ജനപ്രതിനിധികൾക്കും നൽകാനും തീരുമാനിച്ചു. നിലവിൽ ചില ജാതി വിഭാഗങ്ങൾക്ക് മാത്രമാണ് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം. മറ്റു ചില ജാതികളിൽപ്പെട്ടവർക്ക് ചില വിശേഷ ദിവസങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നുണ്ട്. എന്നാൽ പല പിന്നാക്ക വിഭാഗങ്ങൾക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശനം നിഷിദ്ധമാണ്. ഇതിനെതിരെയാണ് നാട്ടുകാരുടെ കൂട്ടായ്മ രൂപപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പിലിക്കോടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭക്തജനങ്ങൾക്കും നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യം ഈ ഒരു കലശാട്ടോടുകൂടി നമ്മൾ തന്ത്രീശ്വരനോട് പറയുകയും അദ്ദേഹത്തോട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എല്ലാവിധ നമുക്ക് അനുകൂലമായ പ്രഖ്യാപനം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ പൊതുജനാഭിപ്രായം അറിയാൻ നിനവ് പുരുഷ സ്വയം സഹായ സംഘം വിളിച്ചു ചേർത്ത യോഗത്തിൽ വിവിധ സമുദായ അംഗങ്ങളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രതിനിധികളും പങ്കെടുത്തു. നിനവ് പ്രസിഡന്റ് രവി പിലിക്കോട്, സെക്രട്ടറി സുനിൽകുമാർ PV, ട്രഷറർ അശോകൻ KV എന്നിവരാണ് നേതൃത്വം നൽകിയത്. ന്യൂസ് 18 പിലിക്കോട്. ആലപ്പുഴ മാന്നാർ എരമത്തൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം, 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 2 ബൈക്കുകളിലായി സഞ്ചരിച്ച 6 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഇതൊരു സംഘമായിരുന്നു. എപ്പോഴായിരുന്നു അപകടം? എങ്ങനെയായിരുന്നു അപകടം ഉണ്ടായത്? ശ്രീജ, ഇന്നലെ രാത്രി ശിവരാത്രി മഹോത്സവത്തിന് പങ്കെടുത്തിട്ട് പോയ ചെറുപ്പക്കാർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ഇരുചക്ര വാഹനങ്ങളിൽ 2 വാഹനങ്ങളിലായി 6 വീതം, അതായത് 3 പേർ ഒരു വാഹനത്തിൽ വീതം ഉണ്ടായിരുന്നു എന്നതാണ് പോലീസ് സ്ഥിരീകരിച്ചത്. ഈ 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഇത്തരത്തിൽ ഒരു മരണമുള്ള ഗുരുതരമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. പരിക്കേറ്റവരെ പരുമലയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെന്നിത്തല 1-ാം വാർഡിൽ പുത്തൻ വീട്ടിൽ അജിത്തിന്റെ മകൻ ജഗൻ 23 മരണപ്പെട്ടത്. ബാക്കിയുള്ള 2 പേരുടെ നില അതീവ ഗുരുതരമായി വെന്റിലേറ്ററിൽ തുടരുകയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം.
ഈ വാഹനത്തിൽ സഞ്ചരിച്ച 5 പേർക്കും ഗുരുതര പരിക്കാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ വേഗത്തിലായിരുന്നു വാഹനം എന്നു അടക്കമുള്ള കാര്യത്തിൽ. ഇരുചക്ര വാഹനം വളരെ വേഗത്തിലാണ് പോയിരുന്നത്. ഉത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ചെറുപ്പക്കാരാണ് എന്നുമാണ് ഇപ്പോൾ മാന്നാർ പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ഈ ഒരു ബൈക്ക് ഏറെക്കുറെ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഇവർ സഞ്ചരിച്ചിരുന്നത്. ഈ ശേഷം നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിക്കടക്കം എത്തിച്ചത്. 5 പേർക്കും ഗുരുതര പരിക്കാണ് ചെയ്തിട്ടുണ്ട്. ശ്രീജ. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. മാന്നാറിലാണ് അപകടമുണ്ടായത്. ഒരാൾ മരിച്ചു, 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. ഇന്ന് നമ്മളൊരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയിൽ നമുക്ക് നല്ല വാക്ക് കേൾക്കാം. മറ്റ് വാർത്തകളുമായി വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം.